ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നല്ല നാമം ഈ നല്ല വൈകിവേളയിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയോടും പ്രത്യാശയോടുമായിരിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം ഈ നല്ല വൈകിവേളയിൽ നമുക്കൊരുക്കി തന്ന വിലയേറിയ ശ്രേഷ്ഠകരമായ നല്ല അനുഭവത്തെ ഓർത്ത് ഒരുമിച്ച് ആ നല്ല കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഒരു നിമിഷം ആ കർത്താവിനെ എല്ലാവരും സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഷെഖനെ റാഥോ ഷഖ റാഥേരിയ ഷേന്ധേനെ ഈ വൈകുന്ന സമയത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർ, ആ സാന്നിധ്യത്തിൽ മൂടപ്പെട്ടായിരിക്കുന്നവർ, പ്രാർത്ഥനയുടെ കൂട്ടായ്മയുടെ ശക്തി അനുഭവിക്കുന്നവർ, കഴിഞ്ഞ നാളുകളിൽ അത് അനുഭവിക്കുവാൻ ദൈവത്താൽ അവസരം ലഭിച്ചവർ ഒരുമിച്ച് ഈ നല്ല വൈകുന്നേരത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഷെഖനെ റാഥാന ഷെഖനെ റധേരെ ഷന്തൂർഗന യേശുവിൻ നാമത്തിൽ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, അളവ് കുറയാത്ത അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, വ്യാപരിക്കുന്ന ശക്തിക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, പട്ടണത്തിൽ അങ്ങയുടെ ശക്തി വ്യാപരിക്കുന്ന കൃപയ്ക്കായി, വ്യക്തികൾ അങ്ങയുടെ ശക്തിയാൽ നിറയപ്പെടുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആത്മാവിൻ്റെ വലിയ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ശക്തീകരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ വൈകിയ വേളയിലും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. എത്ര പേർ വിശ്വാസത്തോടെ പറയും, ഈ വൈകിയ വേളയിൽ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കും. അർത്ഥാൽ ഇന്നൊരത്ഭുതം കണ്ടിട്ടല്ലാതെ, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ഇന്നൊരത്ഭുതം കണ്ടിട്ടല്ലാതെ കേട്ടിട്ടല്ല. ആമേൻ. പ്രിയ ദൈവദാസ് ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ പറഞ്ഞു, കണ്ണുകൊണ്ടൊരു അത്ഭുതത്തെ കാണുമെന്ന്. ആമേൻ. ഇന്ന് ഈ വൈകിവേള ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, അത്ഭുതം കേൾക്കുവാനല്ല, അത്ഭുതം കാണുവാൻ. റാഥ ഷെഖനെ റദരെ ഷന്ധാരകന ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, ദേശത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന, ഹോളിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇനി ആമേൻ ചില മണിക്കൂറുകൾ കഴിഞ്ഞ് കേൾക്കുവാൻ പോകുന്നവരോടായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, കണ്ണുകൊണ്ട് ചില അത്ഭുതങ്ങളെ കാണുന്നവർ ആമേൻ ഇതിനകത്ത് എഴുന്നേൽക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. കണ്ണുകൊണ്ട് ചില അത്ഭുതങ്ങളെ കാണുന്നവർ, കേട്ട ആമേൻ അത്ഭുതങ്ങളെ കുറിച്ചല്ല, കേൾക്കുന്നുണ്ട്. ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നുണ്ട്. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ദൈവം അവിടെ പോയപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചു. കേൾക്കണമേ, അങ്ങനെ അത്ഭുതം പ്രതീക്ഷിച്ച് ഓടിയവരാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും. നമ്മൾ ഒരുപാട് ഓടിയതാണ്, ആമേൻ, ഓടിയതാണ്. എവിടെ 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 ആമേൻ എവിടെ. പക്ഷേ ഇന്ന് ഇതിനകത്തായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, സ്തോത്രം, ആമേൻ, ചെങ്കടലിന് മുൻപിൽ പെട്ടുപോയ ജനത്തിൻ്റെ അവസ്ഥയിൽ ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ആമേൻ. ഇനി ഓടാൻ ഒരു വഴിയുമില്ല. ആമേൻ, സ്തോത്രം. ഇനി ഓടാനൊരു വഴിയുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണമേ, 430 വർഷം ആമേൻ ജനം കരഞ്ഞു എന്ന് മാത്രം നമ്മൾ വിശ്വസിക്കരുത്. ബൈബിളിൽ കരഞ്ഞു എന്ന് എഴുതി വെച്ചിരുന്നാൽ ദൈവത്തിൻ്റെ ജനമാണ്, ഇസ്രായേലാണ്. അവർ കരഞ്ഞു മാത്രം കാണത്തില്ല, അവർ എതിർത്ത് നിന്ന് കാണും. മോശ അവിടെ ഉണ്ടായിരുന്നല്ലോ, നമുക്കതറിയാം. അവർ ഓടി രക്ഷപ്പെടുവാൻ പല വഴികൾ നോക്കിയിരിക്കും, പല നിലകളിൽ രക്ഷപ്പെടുവാൻ അവർ ശ്രമിച്ചിരിക്കും. എന്നാൽ ദൗർഭാഗ്യവശാൽ അവരുടെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു. പോയതുപോലെ അവർ തിരിച്ചു പോകേണ്ടി വന്നു. തലകുനിച്ച് നിരാശയോടെ അവരുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ, അവരുടെ പിതാക്കന്മാരുടെ ദൈവം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കേൾക്കുവാൻ മാത്രം കഴിഞ്ഞവരായി അവർ ആമേൻ മടങ്ങി, നിരാശയോടെ മടങ്ങിപ്പോയി. എന്നാൽ അവസാനം അവർ വന്നൊരു പിടക്കം വിട്ടു. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുമ്പിൽ ചെങ്കടൽ, പിൻപിൽ ഫറവോന്റെ സൈന്യം. ആമേൻ. ആരൊക്കെ പറയുന്നുണ്ട് ഇനി എനിക്ക് ഓടാൻ വയ്യ, ആ പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇനി നിനക്ക് ഓടാൻ വയ്യ, ഇനി നിനക്ക് ഓടാൻ വഴിയില്ല, ഇനി നിനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കേൾക്ക്, ആമേൻ, നിന്റെ ജീവിതത്തെ മാറ്റുവാനുള്ളത് എൻ്റെ ദൈവം പ്രവർത്തിക്കുവാൻ. മോശയോട് പറഞ്ഞത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, പ്രാരംഭത്തിൽ പറഞ്ഞൊരു ദൂത, ഉറച്ചു നിന്നാൽ നീ ദൈവത്തിൻ്റെ അത്ഭുതം കാണും. ആമേൻ. പ്രാരംഭത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതാ, ഇനി ഓടേണ്ട, ഇനി അലയേണ്ട, നീ ഉറച്ചു നിന്നാൽ, നീ ഉറച്ചു നിന്നാൽ. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നീ ഉറച്ചു നിന്നാൽ, ഇന്നലകളിൽ നിന്നെ പേടിപ്പെടുത്തിയ, ഇന്നലകളിൽ നിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിയ, ഇന്നലകളിൽ നിന്റെ നന്മകളെ കവർന്നെടുത്ത, ഇന്നലകളിൽ പലർക്കും അന്യനാക്കി നിന്നെ തീർത്ത ആ മിസ്രീമിനെ ഇനി നീ കാണത്തില്ല. ഓ ആമേൻ. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ആരാധൂരിയ ഷെഖനെ
അമേൻ സ്തോത്രം ഉറച്ച് നിൽക്കുന്ന ചിലർ അമേൻ ചിലത് പ്രാപിക്കുവാൻ പോകുക. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയുവാൻ കഴിയും, ഞാൻ ഉറച്ചു നിന്ന് പ്രാപിക്കും. അമേൻ അമേൻ സ്തോത്രം. നോക്കൂ, ഈ വാക്ക് കേൾക്കുമ്പോഴും ജനം കാണുന്നത് അലറിയാർക്കുന്ന അമേൻ ചെങ്കടലാണ്. അമേൻ ചെങ്കടൽ, അമേൻ വല്ലാത്തൊരു കടലാണ്. അമേൻ ഞാങ്ങണക്കടൽ എന്ന് പേരുള്ള ചെങ്കടലാണ്. അമേൻ അകത്ത് പോകുന്നതിനൊന്നും പുറത്ത് വിട്ടുകൊടുക്കാത്ത കടലാണ്. ചെങ്കടലിൻ്റെ ഇന്നത്തെ അവസ്ഥയും അത് തന്നെയാണ്. നൂറ്റാണ്ടുകളായി ഫറവോൻ്റെ അമേൻ ഇരുമ്പ് രഥങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും അതിനകത്തുണ്ട്. അതിനകത്ത് പോകുന്നതൊന്നും തിരിച്ചു വരത്തില്ല. അങ്ങനെയുള്ള അനുഭവമുള്ള സ്ഥാനത്താണ് ദൈവത്തിൻ്റെ വാക്ക് ആമേൻ സ്തോത്രം ഈ ജനം കേൾക്കുന്നത്. എന്താണ്? ഉറച്ചു നിൽപ്പീൻ, ഇന്ന് കണ്ട മിസ്രീമിനെ നിങ്ങൾ ഇനി കാണത്തില്ല. ഉറച്ചു നിൽപ്പീൻ. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ ചിലതൊന്നും ഇനി നിന്റെ കൺമുമ്പിൽ വരത്തില്ല. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്നെ ഭയപ്പെടുത്തുന്ന ചിലതൊന്നും, നിന്നെ ഭയപ്പെടുത്തുന്ന ചിലരൊന്നും, ഓ റാധാശകനെ റാധിയാശകനെ റദരെ ശന്ധാരകന, യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ. ആ ദൂത് ആമേൻ സ്തോത്രം. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. പാട്ടിൻ്റെ കൂടെ പറഞ്ഞു പോയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. പക്ഷേ ആ സമയം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുകയാണ്. അമേൻ ആ ദൂതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടി. അമേൻ ഞാൻ പറഞ്ഞു അമേൻ ആ ചെങ്കടലിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്തോട്ട് പോകുന്നതിനൊന്നും അത് തിരിച്ചു വിട്ടുകൊടുക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ആ ചെങ്കടലിനകത്ത് പോകുന്നതിനൊന്നും തിരിച്ചു വിട്ടുകൊടുക്കത്തില്ല. ആ ചെങ്കടലാണ്. ആമേൻ ഈ 430 വർഷം ദൈവത്തിൻ്റെ ജനം മിസ്രീമിൽ അടിമകളായി. എങ്ങനെയാണ്? ആമേൻ മിസ്രീമിലെ മന്ത്രവാദികളുടെ മന്ത്രവാദ ശക്തിയാൽ. നിങ്ങൾ ശ്രദ്ധിക്കുക, മിസ്രീമിലെ ശകുനവാദികളുടെ ശക്തിയാൽ, മിസ്രീമിലെ ആമേൻ സ്തോത്രം ഓ സ്തോത്രം ആഭിചാരകന്മാരുടെ ശക്തിയാൽ. നോക്കൂ, നിങ്ങൾ ചോദിക്കും എന്താണ് തെളിവെന്ന്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ മിസ്രീമിലെ മന്ത്രിമാർ, മിസ്രീമിലെ മാന്ത്രികന്മാർ, മിസ്രീമിലെ ആഭിചാരകന്മാർ രാജാവിനോട് പോയി പറയുകയാണ്, രാജാവേ ഇങ്ങനെ പോയാൽ ഞങ്ങളൊന്ന് കാണുന്നുണ്ട്, ഈ ജനം ഒരു ദിവസം നിന്നെ നശിപ്പിക്കും, ഇവർ പുറത്തു പോകും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നമുക്ക് മനസ്സിലായില്ലെങ്കിലും ദേശത്തിലെ മന്ത്രവാദിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. ആമേൻ. നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പിശാചിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. നീ പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല, നീ ആരാധിക്കുന്നത് വെറുതെയല്ല. ആമേൻ. നിനക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ആത്മമണ്ഡലത്തിൽ പിശാച് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾ പ്രതികൂലമേറുന്നതെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾ വെല്ലുവിളി ഏറുന്നതെന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ പെരുകുമെന്നും നീ വർദ്ധിക്കുമെന്നും നീ ദേശത്തെ കീഴ്പ്പെടുത്തുമെന്നും ഇന്ന് ഈ പകല് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, സഭയെ നീ പെരുകുമെന്നും നീ വർദ്ധിക്കുമെന്നും നീ ദേശത്തെ കീഴ്പ്പെടുത്തുമെന്നും ഭയപ്പെടുന്ന ഒരു ശക്തി ദേശത്തിന് മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആ ശക്തി ആമേൻ ഇന്ന് തകർക്കപ്പെടുവാൻ പോകുക. ആമേൻ റാഥാര ഷെഖനെ റാധൗരു ഷിയാറത്തിനെ നിന്റെ വർധനവിന്, നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി ദേശത്തിൽ പ്രബലപ്പെട്ടു വരുന്ന ഒരു ശക്തി. ആമേൻ നോക്കൂ, ആമേൻ ദേശത്തിലെ മന്ത്രവാദികളും ശകുനവാദികളും കാര്യം തിരിച്ചറിഞ്ഞു. ഇവർ വർദ്ധിക്കും, ഇവർ ആമേൻ ഫറവോനെ സൈന്യത്തെ കീഴ്പ്പെടുത്തും. ആമേൻ ഫറവോന് സൈന്യവും എന്ത് ചെയ്താലും അവർ കണ്ടത് അങ്ങനെ തന്നെ. ആമേൻ ഹല്ലേലൂയ സ്തോത്ര. നീ ചിലരെ കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞാൽ നീ ചിലരെ കീഴ്പ്പെടുത്തും. ഇന്നും ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പറയട്ടെ, ആമേൻ നിന്നോട് കർത്താവ് പറഞ്ഞതാ നിന്നെ അനുഗ്രഹിക്കാമെന്ന്, നിന്നോട് കർത്താവ് പറഞ്ഞതാ നിന്നെ മാനിക്കാമെന്ന്, നിന്നെ ചിലരുടെ മുമ്പിൽ മാനിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ ഇന്നത്തെ അവസ്ഥയിൽ നീ ആരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നാലും മാനിക്കാമെന്ന് പറഞ്ഞവൻ അവൻ വിശ്വസ്തനാണ്. നിശ്ചയമായും ചില ഇടങ്ങളിൽ ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നോക്കൂ, മന്ത്രവാദികളുടെ ശക്തിയാലാണ്, അവൻ പൈശാചിക മണ്ഡലത്തിലെ ശക്തിയാലാണ് 430 വർഷം തടിമിടുക്കും, അവൻ തിറമിടുക്കും, ആരോഗ്യവും പുഷ്ടിയുമുള്ള യുദ്ധകലകളിൽ ഇന്ന് നിപുണന്മാരായി അറിയപ്പെടുന്ന യഹൂദന്മാരെ ആമേൻ അഥവാ ഇസ്രായേൽ ജനത്തെ ആമേൻ ഫറവോനും ആമേൻ അവനൊപ്പമുള്ളവർക്കും പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, എന്തിനാണ് ആമേൻ ചെങ്കടലിൻ്റെ കരയിൽ ഈ ജനത്തെ കൊണ്ടുവന്ന് നിർത്തിയതെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പറയും, ഞാൻ ചെങ്കടലിൻ്റെ ഒരു
പ്രത്യേകത ആദ്യം പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? എന്താണ്? അകത്ത് പോകുന്നതിനെന്നും ചെങ്കടൽ പുറത്തു വിടത്തില്ല. ആമേൻ. അകത്ത് പോകുന്നതിനെന്നും ചെങ്കടൽ പുറത്തു വിടത്തില്ല. ആമേൻ. ആ ചെങ്കടൽ വിഭാഗിച്ചിട്ട് ദൈവം ആമേൻ ജനത്തെ അല്ല അതിനകത്താക്കിയത്. ആമേൻ. 430 വർഷം അടിമയാക്കി വെച്ച സകല മന്ത്രവാദികളെയും അവരുടെ മന്ത്രവാദ ശക്തികളെയും ചെങ്കടലിനുള്ളിൽ ദൈവമാക്കി. ഇന്ന് ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, വർഷങ്ങളായി നിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന, വർഷങ്ങളായി നിന്റെ അനുഗ്രഹത്തിന് വിരോധമായി നിൽക്കുന്ന, വർഷങ്ങളായി നിന്റെ നന്മകളെ, നിന്റെ സ്വസ്ഥതയെ, നിന്റെ സമാധാനത്തെ കവർന്നു കളയുന്ന പൈശാചിക മണ്ഡലങ്ങളെ, ഓ രാധാരാശകനെ ഇവിടെ ദൈവം കുഴിച്ചു മൂടുവാൻ പോകും. ഓ രാധാ അവൻ നീ ഉറച്ചു നിൽക്കുന്നിടത്ത് ദൈവം താങ്കിലോടെ യേശുവിനാമത്. പലർക്കും കൂട്ടായ്മ ആമേൻ സ്തോത്രം, ദൈവശബ്ദത്തിൻ്റെ പ്രാധാന്യം ഇതൊന്നും പലർക്കും അറിയത്തില്ല. ആമേൻ സ്തോത്രം. അവിടെ ആമേൻ സ്തോത്രം ചെങ്കടൽ കാണുന്നവർ തിരിച്ചറിയുക, ആ ചെങ്കടലിനകത്ത് ആമേൻ ചിലതിനെ ദൈവം കുഴിച്ചു മൂടുവാൻ പോകുന്നു. താങ്കിലോട് യേശുവിനാമത്. ആമേൻ സ്തോത്രം. ചെങ്കടലാണ് പറ്റിയ സ്ഥലം. കാരണം അകത്ത് പോകുന്നതിനൊന്നും ചെങ്കടൽ വിട്ടുകൊടുക്കത്തില്ല. അകത്ത് പോകുന്നതിനൊന്നും ചെങ്കടൽ വിട്ടുകൊടുക്കത്തില്ല. രണ്ടാമത്തെ ദൂതാത് ഭാഗത്ത് നിന്ന് ഞാൻ പറയട്ടെ, ചെങ്കടൽ അകത്ത് പോകുന്ന മന്ത്രവാദിയെ വിട്ടുകൊടുക്കത്തില്ല. ചെങ്കടൽ അകത്ത് പോകുന്ന സൈന്യത്തെ വിട്ടുകൊടുക്കത്തില്ല. ചെങ്കടൽ അകത്ത് പോകുന്ന ഇരുമ്പ് രഥങ്ങളെയും കുതിരകളെയും വിട്ടുകൊടുക്കത്തില്ല. പക്ഷേ ചെങ്കലിന് പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്തൊരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തിന്റെ പേരാണ് ദൈവത്തിന്റെ ജനം. ഒരു ചെങ്കടലിൽ നിന്നെ പിടിച്ചു വയ്ക്കുവാൻ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ഒരു ചെങ്കടലിന്റെ ആഴത്തിലും നിന്നെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. തടസ്സമായി മുൻപിൽ നിൽക്കുന്ന ഒരവസ്ഥയ്ക്കും ഒരു പ്രതിസന്ധിക്കും ഒരു പ്രതികൂലത്തിനും നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് തടസ്സം നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് ഈ രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ആലോചന വിളിച്ചു പറയട്ടെ. ആമേൻ. ദൂത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷിച്ചു നിൽക്കുമ്പോൾ ആമേൻ സ്തോത്രം പ്രിയദാസനിലൂടെ ആമേൻ ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ദൂത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അബ്രാം ആമേൻ, അബ്രാം അബ്രഹാമായി, ആമേൻ സാറായി മാറി. ഒരു പേര് ചേഞ്ച് ചെയ്യുന്ന ഒരു അനുഭവത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുകയുണ്ടായി. ആമേൻ സ്തോത്രം. താങ്ക് യു ലോർഡ്. ചിലരുടെയൊക്കെ പേരിനെ കർത്താവ് ചേഞ്ച് ചെയ്യുവാൻ പോകുക. ആമേൻ സ്തോത്രം. പ്രിയ സഹോദര, നിന്റെ പേരിനെ കർത്താവ് ചേഞ്ച് ചെയ്യും. ഇന്നത് നിന്ന എന്ന പേര്, നിന്റെ പേര് ആമേൻ നിന്നോട് തന്നെ, നിന്റെ പേര് നിന്ന. ആമേൻ. നിന്റെ പേര് തലകുനിയലിന്റെ അനുഭവമാണ്. നിന്റെ പേര് പരാജയത്തിന്റെ അനുഭവമാണ്. പരാജയത്തിന്റെ കൂടെയാണ് നിന്റെ പേര് എഴുതി ചേർക്കുന്നത്. മറ്റുള്ളവർക്ക് കളിയാക്കി ചിരിക്കാൻ വേണ്ടി, പലർക്കും കേമന്മാരെന്ന് പറയുന്ന പലർക്കും കളിയാക്കി ചിരിക്കുവാൻ വേണ്ടി നിന്റെ പേര് അങ്ങനെ ആയിപ്പോയി. കേൾക്ക്, നിന്റെ പേരിനെ ദൈവം മാറ്റുക. ഇന്ന് വൈകിയ വേളയിൽ നിന്റെ പേരിനെ അബ്രാമിനെ അബ്രഹാമാക്കി മാറ്റിയ ദൈവം പരാജിതനെന്ന് മാറ്റി നിർത്തിയ നിന്നെ വിജയയാക്കി ജയാളിയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ശാപം പിടിച്ചവനെന്ന് നീ എന്തിനു കൊള്ളാമെന്ന്, നിന്റെ കുടുംബം എന്തിനു കൊള്ളാമെന്ന്, നിന്നെ എന്തിന് പ്രയോജനമെന്ന് ചോദിച്ച ചിലർ സാറായിമാരായി മാറുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുക. ചില ചോദ്യങ്ങളുണ്ട്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ബാലാ ഷെഖേനെ. താങ്ക് യു ലോർഡ്. സ്തോത്രം. ആമേൻ. എനിക്കറിയത്തില്ല, ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്രം മറ്റൊരു ആത്മമണ്ഡലത്തിലേക്ക് ഞങ്ങളെ നടത്തുക. ആമേൻ. കഴിഞ്ഞ രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ആലോചനയാണ്. ആമേൻ സ്തോത്രം. ആമേൻ. ചില ചോദ്യങ്ങൾക്ക് ആമേൻ ഉത്തരം നൽകുവാൻ ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ പ്രാപ്തനാക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ. ആമേൻ. നിന്റെ ആമേൻ അറിവ് കൊണ്ട് നീ ഉത്തരം നൽകുമെന്നല്ല പറഞ്ഞത്. നിന്റെ ഇത്രയും ദിവസത്തെ അറിവൊക്കെ മാറ്റിവെച്ചിട്ട് ആമേൻ കർത്താവിന് നിന്നെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. നീ ഈ ദൂത് ഇന്ന് ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. ആമേൻ സഹോദര, ഈ ദൂത് നീ ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ആമേൻ. നിന്നെ കർത്താവിന് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്തും. ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്തും. അബ്രഹാമിനെ വിളിച്ച ദൈവം നിന്നെ വിളിക്കുക. വിളിച്ചിറക്കിയത് വഴിയിൽ ഉപേക്ഷിക്കുവാനല്ല. ഇന്ന് ഈ വൈകിയവേളയിൽ നീ ഇതിനകത്ത് കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ നീ കേട്ട വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുവരിക. ആമേൻ. നീ പലതിനും പിന്നാലെ ഓടി, ഇനി ഓട്ടം ദൈവത്തിന്റെ പിന്നാലെ ആക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. നീ ദൈവത്തിന്റെ പിന്നാലെ ഓടുമെങ്കിൽ യേശുവിൻ നാമത്തിൽ ആമേൻ. എനിക്കറിയത്തില്ല, നിന്നോട് പറയുവാൻ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ആമേൻ സ്തോത്രം, നീ ആഗ്രഹിച്ചിരിക്കുന്ന ചിലത് കിട്ടിയാൽ നീ ചിന്തിക്കുന്ന നിന്റെ പേര് മാറുമെന്ന്. ആമേൻ. അങ്ങനെയല്ലേ? നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം മാറും, ഇപ്പോൾ എല്ലാം സെറ്റിലാവുമെന്ന്. ആമേൻ. അങ്ങനെയൊന്നും മാറത്തില്ല. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ കർത്താവ് പ്രയോജനപ്പെടുത്തുമ്പോൾ നിന്റെ പേര് മാറാൻ പോവുക. ആമേൻ. ഹല്ലേലൂയ. നിന്നെ കർത്താവ് പ്രയോജനപ്പെടുത്തുമ്പോൾ ആമേൻ, നിന്നെ കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ പോവുക. നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് പേര് മാറ്റാൻ വേണ്ടിയാ. ദൈവസന്നിധി ഉറപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓ ഷെഖേനെ റതരെ ശന്ധാർഗല ദീപൽ പൗഡ. നീ എന്ത് പ്രാപിച്ചാലും നിനക്ക് ചിലരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ. നീ എന്ത് നേടിയാലും നിനക്ക് തന്നെ അറിയാം ചിലരുടെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴും അവർ പ്രമാണിമാരായി നിൽക്കും. അപ്പോഴും അവർ പറയും, ഓ നീ ഒന്നുമല്ല, നിനക്ക് എന്ത് കിട്ടിയാലും നീ ഒന്നുമല്ല, നീ എന്ത് പ്രാപിച്ചാലും നീ ഒന്നുമല്ല. പക്ഷെ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, അവൻ ചിലർ നിന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുമടക്കുവാൻ പോകുക. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. റാഥ അവൻ പേരുള്ള ചിലർ. ഓ റാഥ യേശുവിൻ നാമത്തിൽ അവൻ ഈ വീഡിയോയിലൂടെ എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പറയട്ടെ. അവൻ സ്തോത്രം, ഇന്ന് ഈ വൈകിവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നതാണ്. നിങ്ങൾ എന്ത് നേടിയാലും ആമേൻ, നിങ്ങൾ എന്ത് നേടിയെന്ന് പറഞ്ഞാലും ചിലരൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നീ വാർഡ് മെമ്പറായെന്ന് പറഞ്ഞാലും മൈൻഡ് ചെയ്യത്തില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആയെന്ന് പറഞ്ഞാലും മൈൻഡ് ചെയ്യത്തില്ല. ആമേൻ. അസംബ്ലിയിൽ മത്സരിച്ച് ജയിച്ചെന്ന് പറഞ്ഞാലും മൈൻഡ് ചെയ്യത്തില്ല. മുഖ്യമന്ത്രി ആയെന്ന് പറഞ്ഞാലും അവൻ പ്രധാനമന്ത്രി ആയെന്ന് പറഞ്ഞാലും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ആമേൻ, നിന്റെ മേൽ ഇന്നൊരു അഭിഷേകം പകരപ്പെടും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അഭിഷേകത്തിന് മുമ്പിൽ ചിലർ നിന്റെ എനിക്കറിയത്തില്ല. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി പ്രാർത്ഥിക്കേ. ഓ ബാല റാധിയ ഷെഖനെ യേശുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ. സ്തോത്രം. ആമേൻ. ആമേൻ. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഈ ഭൗതികമായ ചിലത് കൊണ്ട് നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല. സിസ്റ്റർ കച്ചവടം നടന്നതെന്നും പറഞ്ഞതൊന്നും കൊണ്ട് നമ്മൾ പറയണമെന്ന് അവരാരും കേൾക്കാനൊന്നും പോകുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. കച്ചവടം നടന്നാലും നടന്നില്ലെങ്കിലും ഒക്കെ അവർക്ക് ഒരുപോലെ തന്നെ. ആമേൻ. അവർ ആകാശം ഇടിഞ്ഞ് വരണമെന്ന് പറഞ്ഞാൽ അവർ വിരൽ വെച്ച് നടത്താമെന്ന് പറയും. പക്ഷേ നിന്റെ മേൽ ഈ ദിവസങ്ങളിൽ ഒരു അഭിഷേകത്തെ കർത്താവ് പകരും. ഓ നിന്നോടാ സഹോദരി, നിന്റെ മേൽ ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഒരു അഭിഷേകത്തെ പകരും. ആ അഭിഷേകത്തിന് മുമ്പിൽ നിന്റെ മക്കൾ മുട്ടുമടക്കും. ആ അഭിഷേകത്തിന് മുമ്പിൽ നിന്റെ കുടുംബം മുട്ടുമടക്കും. ആ അഭിഷേകത്തിന് മുമ്പിൽ ആമേൻ റാധാര ഷെഖനെ റദരെ ശന്ധാരകന ദീപൽ ബൗഡ ശന്തൂർഗൻ യേശുവിൻ നാമത്തിൽ ആമേൻ. അഭിഷേകത്തിന് മുൻപിൽ അല്ലാതെ ചിലത് മുട്ടുമടക്കത്തില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ അഭിഷേകത്തിനായി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ആമേൻ. ഈ ബൈബിളിൽ ഒരു കാര്യമുണ്ട്, അനേകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആമേൻ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ, സ്തോത്രം, 3-ാം അധ്യായമാണ്. ആമേൻ. ഒരിക്കൽ പ്രാർത്ഥനാ സ്ഥലത്ത് അപ്പോസ്തലനായ പത്രോസും ഒപ്പമുള്ളവരുമായിരിക്കുമ്പോൾ പിറവിയിലെ ആമേൻ കിടക്കയിലായിപ്പോയൊരു മനുഷ്യൻ, ഒരു ഭിക്ഷക്കാരനാണ്. അവൻ പ്രതീക്ഷയോടെ ഇവരെ നോക്കുകയാണ്. ഇവൻ്റെ പ്രതീക്ഷ കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവൻ എന്താണ് നോക്കുന്നത്. അപ്പം പൊന്നും വെള്ളിയുമൊക്കെയാണ് നോക്കുന്നത്. ആമേൻ. സ്തോത്രം. പക്ഷെ പാവം പിടിച്ച അപ്പോസ്തലന്മാർക്ക് എന്തറിയാം. ആമേൻ. അവരുടെ കയ്യിലൊന്നുമില്ല. ആമേൻ. ഇന്ന് ഈ രാത്രിയിലും പലർക്കും പ്രതീക്ഷ കാണും, പക്ഷേ ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, യേശുവിൻ്റെ നാമവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. നീ ഇന്ന് കിടക്കുന്ന ഈ അധമ പാതാളത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ മാത്രമേ ഞങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിലൂടെ കഴിയത്തുള്ളൂ. നീ ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും. നിന്റെ കുടുംബത്തിനകത്ത് നിനക്കൊരു സ്ഥാനമുണ്ടാകും. നിന്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ മാറും. പൊന്നുമില്ല വെള്ളിയുമില്ല. പൊന്നു സഹോദര, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. നിന്റെ കണ്ണുകളിലെ തിളക്കത്തിന് പിന്നിൽ പൊന്നും വെള്ളിയും നേടുന്ന സ്ഥലമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആമേൻ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാനമുണ്ട്. ആ മനുഷ്യനോട് ആമേൻ അപ്പോസ്തലന്മാർ ചോദിച്ചൊരു കാര്യം ആദ്യം മുൻകൂറായിട്ട് പറയുക, പൊന്നുമില്ല വെള്ളിയുമില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. പിന്നെ പറയുന്നത്, നിനക്ക് ആമേൻ മനസ്സുണ്ടെങ്കിൽ എഴുന്നേറ്റ് നടക്കുക. ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എഴുന്നേറ്റ് നടക്കുക. ആമേൻ. റാധാരാക്ഷകനെ റദരെ ശന്ധാരകന ദീപൽ ബൗഡ ശന്തൂർഗന യേശുവിൻ നാമത്തിൽ. അത് നടക്കുന്ന കാര്യം ആര് തീരുമാനിക്കണം? ആമേൻ. ആമേൻ. സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്നവർ തീരുമാനിച്ചോളൂ. ആമേൻ. ഇതിൽ നിന്ന് പുറത്തു വരണമോ? ആമേൻ. ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് പുറത്തു വരണമോ? എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ, നമ്മൾ ഈ വൈകിയ വേളയിൽ ഇതിനകത്തായിരിക്കുമ്പോൾ ഇതുപോലെ ഒത്തിരി വൈകിയ വേളകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. ശ്രദ്ധിക്കണമേ, നിങ്ങൾ ലോകപ്രകാരം ചിലവഴിച്ച വൈകിയ വേളയെക്കുറിച്ചല്ല പറഞ്ഞത്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട വൈകിയ വേളകളെക്കുറിച്ചാണ്. രാത്രി സമയങ്ങളുണ്ടായിട്ടുണ്ട്, പകൽ സമയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ പലതും ആസ് യൂഷ്വൽ ലോകത്തിൽ നമ്മൾ സമയം ചിലവഴിച്ചതുപോലെ തന്നെ കടന്നുപോയി. എന്തുകൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ?
എപ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ അത്ഭുതത്തിന് ഡിലേ വരുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ഒരു ഉത്തരം നിങ്ങൾക്ക് നൽകട്ടെ. ആ ചിന്തയിലേക്ക് വേഗത്തിൽ അതൊരു ദൂതായി പറഞ്ഞ് പ്രാർത്ഥിക്കും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ആരെങ്കിലും ബൈബിൾ എടുത്തെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ കൊള്ളാം. ഉൽപ്പത്തി പുസ്തകം ശ്രദ്ധിച്ചേ. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരുന്നോ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഒരു നിമിഷം കൂടെ വേഗത്തിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ഷെഖനെ റധരേഷം തൂർന്ന് യേശുവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വെളിപ്പാടുകളുടെ, ദർശനങ്ങളുടെ, ദൈവികാലോചനകളുടെ രാത്രികാലമാക്കി ഈ സമയത്തെ അങ്ങ് തീർത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവരുടെ ജീവിതത്തിന് പുത്തൻ മാർഗദർശനം നൽകുന്ന, ഇവിടെ കാത്തിരിപ്പുകൾക്ക് അറുതിയാകുന്ന നല്ലൊരു സന്ധ്യാസമയമായി ഈ സമയം മാറട്ടെ. ഇവർ ഓർത്തു വയ്ക്കുന്ന, ഇവരുടെ പുതിയൊരു യാത്ര തുടങ്ങുന്ന സന്ധ്യാസമയമായി ഈ രാത്രിയെ സ്വർഗമങ്ങ് മാറ്റുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. വചനത്തിന് മുമ്പിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഈ വൈകിവേളയിൽ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ. പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വഴികൾ തുറക്കപ്പെടട്ടെ. വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യത്താൽ പുതിയത് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നത്, പേര് മാറുന്നത്, ദൈവം യുദ്ധം ചെയ്യുന്ന അനുഭവം ഇതിനകത്ത് ചലിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ സമയമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഉത്തരം ആമേൻ. എന്തുകൊണ്ടാണ് ഞാൻ കേൾക്കുന്ന അത്ഭുതങ്ങൾ ഞാൻ ഒത്തിരി വൈകുന്നേരങ്ങൾ ചിലവഴിച്ചിട്ടും എനിക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത്? നോക്കൂ, അബ്രഹാം ഒരു അത്ഭുതത്തിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയെക്കുറിച്ച് ആ വായിച്ച വാക്യത്തിൽ നിന്ന് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവവുമായി അഭേദ്യമായൊരു ബന്ധം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. നോക്കൂ, ഇന്നത്തെ കാലത്തെ പോലെ വീട്ടിലെ വേലക്കാരെ അല്ല ബൈബിളിൽ ബാല്യക്കാരെന്നും ദാസന്മാരെന്നും പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിൽ അത് വേണം. അങ്ങനെ ഒരു ദാസിയാണ് ഹാഗർ. ചുമ്മാ അടുക്കള പണി ചെയ്യുന്ന പെണ്ണുങ്ങളെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ഈ അബ്രഹാമിൻ്റെ മകന് വിവാഹം ആലോചിക്കുവാൻ പോയ ആളാരാണെന്ന് അറിയാമല്ലോ, ദാസനാണ് പോയത്. ആമേൻ. മക്കൾക്കൊപ്പം സ്ഥാനമുള്ളവരാണ് ദാസന്മാർ. ആമേൻ. അപ്പോൾ അത്രയും സ്ഥാനമുള്ളവരാണ്. ഈ സ്ഥാനമുള്ളവരോടൊക്കെ അബ്രഹാം പറയാണ്, നിങ്ങൾ ഇനി ഇവിടെ നിന്നാൽ മതി, ഈ കഴുതയമൊക്കെ വെച്ചോണ്ട്. ആമേൻ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ചില കഴുതകളൊക്കെ അനുഗ്രഹത്തിന് തടസ്സമാണ്. ആമേൻ. നിൻ്റെ അനുഗ്രഹമൊന്നും കഴുതകൾ ചുമക്കത്തില്ല. താങ്കിലോടെ യേശു. ചില കഴുതകളോടൊക്കെ കുറേ ദൂരമൊക്കെ നടന്നത് കൊള്ളാം, ഇനി അവിടെ നിൽക്കാൻ പറയുക. ഇന്ന് ഈ വൈകുവേളയിൽ ചില കഴുതകളെയൊക്കെ നിർത്തിയിട്ട് നീ ദൈവവുമായൊരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുക. ഷെഖനെ റാധോരെ റാധോനെ ഷെഖനെ, ദൈവവുമായൊരു ബന്ധത്തിലേക്ക്, ദാസന്മാർക്ക് പിരിക്കുവാൻ കഴിയാത്തൊരു ബന്ധത്തിലേക്ക്, കഴുതകൾക്ക് സ്വാധീനിക്കുവാൻ കഴിയാത്തൊരു ബന്ധത്തിലേക്ക്, വ്യക്തികൾക്ക് പ്രലോഭിപ്പിക്കുവാൻ കഴിയാത്തൊരു ബന്ധത്തിലേക്ക്. നീ പ്രതീക്ഷിക്കുന്ന അത്ഭുതത്തിൻ്റെ തുടക്കം ആ ദൈവവുമായൊരു ബന്ധത്തിലൂടെ. യെസ്, ഈ രാത്രിയിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ബന്ധം അത് സ്ട്രോങ് ആണെങ്കിൽ ആ ബന്ധത്തിൽ നീ എത്തപ്പെടുന്നിടത്ത് നീ പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതത്തെ എൻ്റെ ദൈവം ഒരുക്കിയിരിക്കും. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നീ ദൈവവുമായൊരു ബന്ധത്തിനകത്ത് ഇന്ന് രാത്രി വരികയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ദൈവം ചില അത്ഭുതങ്ങളെ ഒരുക്കിയിരിക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. സ്തോത്രം. ദൈവവുമായൊരു ബന്ധം നോക്കിയേ, ആ ദൈവത്തിൻ്റെ വാക്കിന് കൊടുക്കുന്ന വില.
ഈ പട്ടണ മധ്യത്തിൽ ഞങ്ങളെ അയക്കുമ്പോൾ ഞങ്ങളോട് ദൈവാത്മാവ് പറഞ്ഞ കുറച്ച് ആലോചനകളുണ്ട്. ആമേൻ. അതതിൻ്റെ സമയത്ത് പറയാം. ആമേൻ. കഴിഞ്ഞ രാത്രി ഞങ്ങളുടെ ചർച്ചിൽ അല്ലെങ്കിൽ ചർച്ചിൽ ഞങ്ങളുടെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞ ചില ദൈവിക ആലോചനകളാണ് ഞങ്ങളെ നിർത്തിയത്. ആമേൻ. പലരും നിൽക്കാത്തത് എന്തെന്ന് ചോദിച്ചാൽ ദൈവശബ്ദം ഇപ്പോഴും കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ. പലരും ഇപ്പോഴും ദൈവത്തോട് അങ്ങോട്ട് കളവല ചലച്ചുകൊണ്ടിരിക്കുക. അലപ്പ് നിർത്തി ചെവി തുറന്നാൽ ദൈവത്തിന് ചിലത് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ പറയുന്ന മാത്രം ദൈവം കേട്ടോണ്ടിരിക്കട്ടെ. അങ്ങനെയല്ല, ദൈവത്തിനും ചിലത് സംസാരിക്കാനുണ്ട്. ആമേൻ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷയുടെ പ്രാരംഭ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ദേശത്തിലൂടെ ഞങ്ങൾ നടക്കുമ്പോൾ, ഇപ്പോൾ ഇതിനകത്തിരിക്കുന്ന 1-2 പേര് ഞങ്ങളുടെ അവിടെ ചർച്ചിൽ വന്നിട്ടുള്ളതാണ്. ആ കാക്കാമൂല ജംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ ചർച്ചിലോട്ട് പോകുന്ന ഏകദേശം ഒരു 600 മീറ്റർ വരും. ആ വഴിയുടെ വശങ്ങളിലൊക്കെ ഒരുപാട് റോഡുകളുണ്ട്. അവിടെയൊക്കെ ഒത്തിരി വീടുകളുണ്ട്. വീടുകളാൽ തിങ്ങി നിറയപ്പെട്ട ഒരു സ്ഥലം, നല്ലൊരു വാസയോഗ്യമായ സ്ഥലമാണ്. ആമേൻ. യെരിഹോവിനെ പോലെ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണ്, പക്ഷേ ശാപം പിടിച്ചുപോയി. ആമേൻ. സ്തോത്രം. അങ്ങനെ ശാപം പിടിച്ച പലതിനെയും വഴിവക്കുകളിൽ ഞങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. യൗവന സഹോദരങ്ങൾ, അവരെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, അവർ മുഖാന്തരം അവരുടെ കുടുംബം കടന്നു പോകുന്ന കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ കാക്കാമൂല ജംഗ്ഷനിൽ നിന്ന് ഞങ്ങളുടെ ചർച്ചിലെത്തുന്നതിന് വശങ്ങളിലുള്ള റോഡുകൾ, ആ റോഡുകളിലെ വീടുകൾ, അതെല്ലാം ലിസ്റ്റായിട്ട് ഞങ്ങളുടെ ഡയറിക്കകത്തുണ്ട്. ആമേൻ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഡയറിക്കകത്ത് അതെല്ലാം ഞങ്ങൾ ലിസ്റ്റ് ചെയ്തു വച്ചിട്ടുണ്ട്. ആമേൻ. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ആലോചനയാണ്. ആമേൻ. ആ പട്ടണത്തിലെ ആമേൻ, ആ വഴിവക്കുകളിലെ ആമേൻ മദ്യപാനികളെ ആമേൻ രാത്രിയുടെ അല്ലെങ്കിൽ വിജനമായ സമയങ്ങളിൽ കൂട്ടം കൂടുന്നവരെ നമുക്ക് അവകാശമാക്കി തരും. ആ ദേശത്തെ, ആ വഴികളെ കർത്താവ് അവകാശമാക്കി തരും. അത് മദ്യപാനികളുടെ പേരിൽ അറിയപ്പെടുവാനുള്ള വഴികളല്ല, അത് മദ്യപാനികളുടെ പേരിൽ ആമേൻ കാണപ്പെടുവാനുള്ള സ്ഥലമല്ല. എത്രയോ വർഷത്തിന് ശേഷമാണ് ഇന്നലെ ഞാൻ ആ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിച്ചു പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ വന്നിരുന്നപ്പോൾ നമ്മുടെ രജനീഷ് ബ്രദർ തിരിച്ച് സംസാരിച്ചൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രജനീഷ് ബ്രദറിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആമേൻ. അവിടെ എന്താവുന്ന ബ്രദറെ പറഞ്ഞേ? യെസ്, ആമേൻ. താങ്ക് യു ലോർഡ്. ആമേൻ. ആ വഴികളിലൊക്കെ ഈ മദ്യപാന്മാരൊക്കെ വീണ് കിടന്ന് ആമേൻ വീട്ടുകാർ വന്ന് വാരി പിടിച്ച് കരഞ്ഞു കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ ബ്രദറിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് കേക്കൊക്കെ മുറിച്ച് സന്തോഷിക്കുന്ന, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ, ഓ റാധാല ഷെഖനെ റാദോറിയ ഷെഖനെ റദരെ ഷന്ദാർഗന, യേശുവിൻ നാമത്തിൽ ദൈവശബ്ദം കേൾക്കുന്നവരും ഇതിനകത്തുണ്ടായി തുടങ്ങി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആമേൻ. ദൈവത്തോട് പറയാൻ എളുപ്പമാണ്, നമ്മുടെ കഴിവുകൊണ്ട് നമുക്കൊക്കെ പറയാൻ പറ്റും. പക്ഷെ ദൈവശബ്ദം കേൾക്കാൻ അല്പം പാടാം. ഹല്ലേലൂയ. സ്തോത്രം. ഇതുപോലെ ഇവിടെ ഞങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആമേൻ. സ്തോത്രം. നിങ്ങളെ ഇതിനകത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആമേൻ. ആ നിലയിൽ ദൈവവുമായൊരു ബന്ധം നിങ്ങൾക്കുണ്ടാകുമെങ്കിൽ ആമേൻ. നോക്കൂ, അബ്രഹാമും ദൈവവും മാത്രം, കൂടെ വന്ന ബാല്യക്കാരില്ല. ബാല്യക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആശ്വസിപ്പിക്കാൻ പറ്റും, ബലപ്പെടുത്താൻ പറ്റും, ശക്തിപ്പെടുത്താൻ പറ്റും. ഈ ആശ്വസിപ്പിക്കുന്നവരൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ ചിലപ്പോൾ പ്രശ്നമായിട്ട് മാറും. നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രശ്നമാകും. ഹന്ന എന്നൊരു ആവശ്യക്കാരിയെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. നമ്മൾക്ക് സിമ്പിളായിട്ട് പറയും ഹന്നയെ പോലെ പ്രാർത്ഥിക്കണമെന്നും. ഹന്നയ്ക്കൊരു ആശ്വാസപ്രദനുണ്ടായിരുന്നു, ഹന്നയുടെ ഭർത്താവാണ്. ഹന്ന കരയുമ്പോഴെല്ലാം ഭർത്താവ് അടുത്ത് പോയിരുന്നിട്ട് പറയും, ഹന്നെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിനക്ക് 10 മക്കളെ കിട്ടിയാൽ അതിനേക്കാളും നല്ലൊരു ഭർത്താവാണ് ഞാൻ. അപ്പം ഹന്നെ ഒന്ന് അടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആമേൻ. ഞാൻ പറയുന്നു, അങ്ങനെ ആശ്വസിപ്പിക്കുന്നവർ പറയുന്ന കേട്ട് ഹന്നമാരടങ്ങാൻ പാടില്ല. ആമേൻ. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അങ്ങനെ പകരം എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടി അല്ല നീ കരയുന്നത്. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പകരം എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയല്ല, പകരം എന്തെങ്കിലും കിട്ടുന്ന ആമേൻ. 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 ഹല്ലേലൂയ. അങ്ങനെ പകരം എന്തെങ്കിലും കിട്ടിയാൽ പോരാ, ഹന്നയ്ക്ക് ആമേൻ ഒരു തലമുറ ഉണ്ടാവണം. ആമേൻ. ഈ ഹന്നയുടെ ഭർത്താവ് എൽക്കാന. ഈ എൽക്കാനയെ കൊണ്ട് ആമേൻ ആലയത്തിനകത്തിരുത്തി പ്രവാചകനാക്കാനൊന്നും പറ്റത്തില്ല. അതിന് ശമൂവേൽമാർ വേണം. ഓ
താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. റാധാര ഷെഖനെ ചില ആശ്വാസ വാക്കുകളെയൊക്കെ കുടഞ്ഞു കളഞ്ഞിട്ട്, ആമേൻ, ചില സുഖപ്പീര് പരിപാടിയൊക്കെ കുടഞ്ഞു കളഞ്ഞിട്ട് അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ഓ റാധാര ഷെഖനെ റാധാബാനയ റാധൂരെ ഷെഖെ ആധാ ഷെഖനെ റാധൂ. ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളോടും ഈ ശബ്ദം കേൾക്കുന്നവരോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന, നിനക്കൊരു വ്യക്തിപരമായ ബന്ധം ദൈവവുമായിട്ടുണ്ടാകണം. അതിനകത്ത് ബാല്യക്കാരുടെ ഒന്നും റോളില്ല. ആമേൻ. പിന്നെ നിനക്ക് നിൻ്റെ ദൈവവും ആ ദൈവത്തിൻ്റെ ശബ്ദത്തിന് മാത്രമേ റോളുള്ളൂ. ആമേൻ. ബാല്യക്കാരന്മാരെ ആശ്വസിപ്പിച്ച് കുളമാക്കി കളയും. കഴുതകളാണ് പ്രശ്നം. ഇവന്മാർ ഭാരം ചുമന്ന് പ്രശ്നത്തിലാക്കി കളയും. ആമേൻ. ചില കഴുതകൾ കൂടിയാലുള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ കുറച്ചൊരാശ്വാസം കിട്ടും, അപ്പം നമ്മൾ മതിയാക്കും. ആമേൻ. അങ്ങനെ കുറച്ച് കിട്ടിയിട്ട് മതിയാക്കുന്നവനായിരിക്കരുത്. ആമേൻ. ഈ രാത്രിയിലും വിളിച്ചു പറയട്ടെ, അങ്ങനെ എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ പോരാ. ഈ അബ്രഹാം കിട്ടിയ ഒറ്റ മകനെയും കൊണ്ട് എന്തിനാ മോറിയ മലയിലേക്ക് പോയത്? ആമേൻ. 22-ാമത്തെ അധ്യായം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കിയോ? എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആമേൻ. സ്തോത്രം. ഇപ്പം വായിക്കണ്ട, വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. ഒരു സഹോദരൻ പുതിയ നിയമത്തിനകത്ത് അബ്രഹാമിനെ തപ്പുന്നു. ആമേൻ. ആമേൻ. സ്തോത്രം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ, ആമേൻ, അബ്രഹാം തൻ്റെ ഏകജാതനായ പുത്രനെയും കൊണ്ട് ബലി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. 25 വർഷം കരഞ്ഞു കിട്ടിയ ഈ ചെറുക്കനെയും കൊണ്ട് എന്തിനാ അബ്രഹാം ബലി കൊടുക്കാൻ വേണ്ടി പോയത്? ആമേൻ. ദൈവത്തിൻ്റെ വാക്ക് കേട്ടതുകൊണ്ടൊന്നും മാത്രമല്ല, അബ്രഹാമിന് ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞത് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ മക്കളെ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. കടൽ തീരത്തെ മണൽ ഒന്നൊന്നും കൊണ്ട് അബ്രഹാം തൃപ്തിപ്പെടത്തില്ല. അബ്രഹാം പറയും, 25 വർഷം ഞാൻ നടന്നത്, 25 വർഷം എനിക്ക് ഒന്നും പൊടിയുമൊന്നും വേണ്ട, നീ തരുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് തരണം. ഇന്ന് രാത്രിയിലും വിളിച്ചു പറയേ, എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, ദൈവസന്നിധിയിൽ വിളിച്ചു പറയും, നീ തരുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് തരണം. എനിക്ക് ഒന്നും അരമുറിയും ഒരു മുറിയും ഒന്നും വേണ്ട. എനിക്ക് 2 വാക്ക് പറഞ്ഞാൽ പോരാ. എനിക്ക് ഓ റാധാരാ ഷെഖെ യെസ് ഒന്നുകൊണ്ട് തൃപ്തിപ്പെടുന്നവർ വേണ്ട, ഒന്നുകൊണ്ട് തൃപ്തിപ്പെടുന്നവർ വേണ്ട. വിളിച്ചു പറയും, അപ്പാ ഞാൻ കരഞ്ഞത് ഒന്ന് കിട്ടാനൊന്നുമല്ല, എനിക്ക് ഒന്ന് കിട്ടിയാലൊന്നും തികയത്തില്ല. ഞാൻ അത്രമാത്രം കരഞ്ഞിട്ടുണ്ട്, ഞാൻ അത്രമാത്രം നിലവിളിച്ചിട്ടുണ്ട്. സഹോദരി, നീ അത്രമാത്രം നിലവിളിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടി എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നാലൊന്നും നിന്റെ കണ്ണുനീരിന് പകരമാവത്തില്ല. ആമേൻ. നീ ചിലത് പ്രാപിച്ച് ചില ഇടങ്ങളിൽ നിന്റെ കുടുംബത്തിലെ ചിലരുടെ മുമ്പിൽ നിൽക്കേണ്ടത് ആവശ്യം. അതിനു വേണ്ടി പ്രാർത്ഥിക്ക്. ഓ റാധാബാ ഷെഖനെ റാധുയാ റോധേനെ ഷെഖെ റാബാ ഷെഖരെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു കോംപ്രമൈസും അബ്രഹാമിനില്ല. നക്ഷത്രങ്ങളെ പോലെ തരാമെന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിനെ കിട്ടിയിട്ട് കാര്യമില്ല, ആ നക്ഷത്രങ്ങളെ പോലെ എണ്ണമില്ലാത്തത് കിട്ടണം. ആമേൻ. അതുകൊണ്ടാണ് അബ്രഹാം പോയത്. ആമേൻ. ഈ രാത്രിയിലും വിളിച്ചു പറയട്ടെ, കഴുതമാർ കുറേ ഭാരം ചുമക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മതിയെന്ന്. ആമേൻ. അങ്ങനെ കഴുതകളുടെ കൂട്ടത്തിലൊരു കഴുതയാകാനൊന്നും നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ ദൈവവുമായിട്ടൊരു ശരിയായ ബന്ധത്തിൽ വരണം. നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. മക്കളെ തരാമെന്ന് പറഞ്ഞാൽ മക്കളെ തന്നെ തരണം. ആമേൻ. ഓ റാബാ ഷെഖരെ റിയാധൂരെ ഷെഖെ ഓ റാബാല റാധാര ഷെഖരെ. നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ. ഹന്ന ഒരുത്തനെയാണ് ചോദിച്ചത്, ദൈവം 6 വരെ കൊടുത്തു. ആമേൻ. ഹന്ന ഒരുത്തനെ ചോദിച്ചു. ശമൂവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം 6 പേരെ കൊടുത്തു. അപ്പോൾ അബ്രഹാം ചോദിക്കുന്നത് കൊടുക്കാതിരിക്കാൻ മാത്രം ദൈവം എന്താണ്? അബ്രഹാമുമായിട്ട് പിണക്കമാണോ? നിങ്ങളുമായിട്ട് പിണക്കമാണോ? നീ ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ, ഓ റാധാര, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി, ഓ ഷെഖനെ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, ഓ നിന്റെ പേര് മാറുവാൻ. അതുതന്നെ ആവർത്തിച്ച് പറയട്ടെ, അബ്രഹാം ആകുവാൻ ഒരു ചെറുക്കനൊന്നും പോരാ.
പേര് മാറുവാൻ എന്തെങ്കിലും ഒന്ന് വേണ്ട. സഹോദരൻ, ആവർത്തിച്ച് നിന്നോട് പറയട്ടെ, നീ വിചാരിക്കുന്ന എന്തെങ്കിലും കിട്ടിയാൽ നിന്റെ പേര് മാറത്തില്ല. നീ വിചാരിക്കുന്ന എന്തെങ്കിലും കിട്ടിയാൽ നിന്റെ നിന്ന മാറത്തില്ല. നീ കരുതുന്നത് പോലെ എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങളുടെ അവസ്ഥ മാറത്തില്ല. കാര്യമായിട്ട് ദൈവത്തിൽ നിന്ന് കിട്ടണം. അതിന് ബാല്യക്കാരെ മാറ്റി നിർത്ത്, കഴുതകളെ മാറ്റി നിർത്ത്, ദൈവവുമായൊരു ബന്ധത്തിലേക്ക് വാ. ഈ രാത്രി ദൈവവുമായൊരു ബന്ധത്തിലേക്ക് വാ. നീ ഈ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്നത് ആമേൻ ഭയന്നോടാനല്ല, ആമേൻ ഉറച്ചു നിന്ന് ദൈവം ഒരുക്കുന്ന ദൈവിക വിടുതലുകളെ പ്രാപിക്കുവാൻ വേണ്ടി. ആമേൻ, സ്തോത്രം. ആ ബന്ധം ചെന്നെത്തുന്നിടത്ത് ഉൽപ്പത്തി പുസ്തകം 22:13 പറയുന്നു, കൊമ്പ് വള്ളിപ്പടർപ്പുകളിൽ ചുറ്റപ്പെട്ട ഒരു ആട്ടുകൊറ്റൻ കിടക്കുക. ആ ബന്ധത്തിലെ യാത്ര പെയ്യെത്തുന്നിടത്ത് ദൈവം ഒരു അത്ഭുതവുമായി ഇറങ്ങി വന്നു. ആ ശരിയായൊരു ബന്ധം ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ആർക്കൊക്കെ ഉണ്ടോ, നിങ്ങളുടെ കാൽ വയ്ക്കുന്നത് അത്ഭുതത്തിലേക്കാണ്. ഞാൻ ഈ വൈകിയവേളയിലും വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക, ആമേൻ. നിങ്ങൾക്ക് ശരിയായ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ കാൽ വയ്ക്കുന്നത് ആ അത്ഭുതത്തിലേക്കാണ്. ഓ ഷേഖരെ, നീ ചിലത് നഷ്ടപ്പെട്ട് പോകാതിരിക്കുവാൻ തക്കവണ്ണം ചിലതിനൊക്കെ ദൈവം കുരുക്കിയിട്ട് തരും. ആമേൻ. നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി, ആമേൻ. ഒരു നിമിഷം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. ആരും മൗനമായിരിക്കരുത്. ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ചില ആലോചനകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പോകുക. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ്. ആരും മൗനമായിരിക്കരുത്. ഓ ഷെഖനെ, ആമേൻ, സ്തോത്രം. കേൾക്ക്, ആമേൻ, ആമേൻ. ആ ആട്ടുകൊറ്റനെ കുരുക്കിയിട്ടു. എന്തിനു വേണ്ടിയാ? അബ്രഹാം നഷ്ടപ്പെട്ടവനായി മടങ്ങാതിരിക്കുവാൻ വേണ്ടി. ഞാൻ ആ ദൂതനെ ഇങ്ങനെ പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുക. നീ പലതും നഷ്ടപ്പെട്ടവനായി നഷ്ടപ്പെട്ടവളായി തീരാതിരിക്കുവാൻ വേണ്ടി നിന്റെ ജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന ചിലതിനെ ദൈവം കുരുക്കിയിടുവാൻ പോകുകയാണെങ്കിൽ വെറുതെ കൈയടിക്കരുത്. അർത്ഥമറിഞ്ഞ് കൈയടിച്ചോളണം, അർത്ഥമറിഞ്ഞ് കൈയടിച്ച് ഏറ്റെടുത്തോളണം. ആമേൻ. നിന്റെ ജീവിതത്തെ തകർക്കുവാൻ, നിന്റെ ജീവിതത്തെ മുടിക്കുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് കണ്ണീരും നിരാശയും ഉണ്ടാക്കുവാൻ തക്കവണ്ണം എഴുന്നേറ്റ് നിൽക്കുന്ന ചിലതിനെ ദൈവം കുരുക്കിയിടുക. ഓ ഷെഖരെ തിരിച്ചറിയുന്നവർ ആമേൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ചിലതിനെ കർത്താവ് കുരുക്കിയിട്ട് തരിക. അത് നഷ്ടപ്പെട്ടു പോകുവാൻ, നീ കരയുന്ന നഷ്ടപ്പെട്ടു പോകുവാൻ, നീ കരയുന്നത് നഷ്ടപ്പെട്ടു പോകുവാൻ, നിന്റെ തലമുറയോർത്തുള്ള നിന്റെ ഭാരം, നിന്റെ തലമുറയോർത്തുള്ള നിന്റെ ഭാരം, നിന്റെ തലമുറയോർത്തുള്ള നിന്റെ വേദന കേൾക്ക്. സഹോദരി, സഹോദര, ഈ വൈകുന്നേരവും ആമേൻ, ഓ രാധാരാശകനെ, നീ വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഈ വൈകിയ വേളയിലും നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമെങ്കിൽ, ദൈവവുമായി ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുമെങ്കിൽ, സഹോദരൻ ഏൽപ്പിച്ചു കൊടുക്ക്. നീ ദൈവവുമായി ഒരു ബന്ധമുണ്ടാക്കുമെങ്കിൽ, ഓ വിരോധമായി നിൽക്കുന്ന ചിലതിനെ കർത്താവ് കുരുക്കി കടത്തും. ആമേൻ. നീ ആഗ്രഹിച്ചിട്ട് നിനക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല. നീ ആഗ്രഹിച്ചിട്ട് നിനക്ക് പുറത്ത് ചിലത് നിന്നെ വിടാതെ പിന്തുടരുക. ഓ ഇതാരാശകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കേ, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കേ. ചിലതിനെ കുരുക്കി കടത്തി വരും. ഓ നീ ദൈവവുമായൊരു ബന്ധമുണ്ടെങ്കിൽ, നീയും ദൈവവുമായൊരു ബന്ധമുണ്ടെങ്കിൽ, സഹോദരി, നീയും ദൈവവുമായൊരു ബന്ധമുണ്ടെങ്കിൽ, നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി, നിന്റെ മക്കൾക്ക് വിരോധമായി ദൈവം ചിലതിനെ കുരുക്കി കടത്തി തരാൻ അവൻ നീ ദർശനങ്ങൾ കാണുവാൻ പോകുക. പലപ്പോഴും മോശ പറഞ്ഞതുപോലെ നീ പറയുന്നുണ്ട്. മോശ പറഞ്ഞതുപോലെ നീ പറയുന്നുണ്ട്. ആമേൻ. ഓ ഞാൻ തടിച്ച നാവുള്ളവനാണ്. ആമേൻ. സ്വതന്ത്ര എനിക്കൊന്നിനും കഴിയത്തില്ല, എനിക്കൊന്നിനും അറിയത്തില്ല. ഓ റാഥാരാശകനെ, എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയത്തില്ല, എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ. സ്തോത്ര. ആ മോശയോട് കർത്താവ് പറയുക, ആമേൻ, അഹരോനെ കുറിച്ചല്ല, ആമേൻ, ആ ദൂത് പറഞ്ഞുതരാം. ആമേൻ. കേട്ടോ. ആമേൻ. സ്തോത്രം. മോശയോട് ആമേൻ കർത്താവ് പറയുക, നിന്റെ കയ്യിലിരിക്കുന്ന വടിയുണ്ടല്ലോ, നീ അതിനെ നിലത്തിട്ട് അതിനെ എടുക്ക്. ആമേൻ. നിലത്ത്
പുറത്തിടുമ്പോൾ അത് എന്തായിത്തീരും? അത് പാമ്പായി തീരും. ആമേൻ. അത് പാമ്പായി തീരും. അതിന് നീ വാലി പിടിച്ചെടുക്കുമ്പോൾ നിന്റെ അധികാരത്തിന്റെ വടിയായി തീരും. നീ ചില സ്ഥലത്ത് വാ തുറക്കണ്ട. ആമേൻ. നിന്റെ വടിയിട്ടാൽ മതി. ആമേൻ. നീ ചില സ്ഥാനത്ത് ആമേൻ നിന്റെ വടിയിട്ടാൽ മതി. ഫറവോന്റെ മുമ്പിൽ നിന്റെ വടിയിട്ടാൽ നീ പറഞ്ഞ് ആത്മാക്കളെ നേടുമെന്നല്ല, നീ പറഞ്ഞ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമെന്നല്ല, നിന്റെ അഭിഷേകത്താൽ, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്താൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏൽപ്പിച്ചു കൊടുക്കുക. Thank you, Lord. Thank you, Jesus. Thank you, Holy Spirit. യേശുവിൻ നാമത്തിൽ we are shaken. Radare shantargana dibal bauda shantorgana യേശുവിൻ നാമത്തിൽ. Oh, Radare. Thank you, Lord. Thank you, Jesus. സഹോദരൻ ഇനി പറ, കിട്ടിയ ആമേൻ നിന്റെ പേര് മാറുമോ? പേര് മാറൂല. ആമേൻ. പേര് മാറൂല. ആമേൻ. പ്രിയ മകനറിയാം, പേര് മാറത്തില്ല. പേര് മാറണമെങ്കിൽ ഇവരുടെ മുമ്പിൽ ചിലർ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കണം. ആമേൻ. നിന്റെ മുമ്പിൽ ചിലർ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കണം. അതിനൊരു അഭിഷേകം പകരാൻ വേണ്ടിയാ നിന്നെ ഇതിനകത്ത് കർത്താവ് കൊണ്ടുവന്നത്. നിന്നെ ഈ പട്ടണത്തിൽ കർത്താവ് ആമേൻ മാനിക്കുവാൻ പോകുക. നീ യാദൃശികമായിട്ട് വന്നതല്ല. ആമേൻ. നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് ആമേൻ ഈ പട്ടണത്തിൽ കർത്താവിന് നിന്നിലൂടെ ചിലത് ചെയ്യുവാനുണ്ട്. ആമേൻ. ദൈവം ജ്ഞാനികളെ മാറ്റി നിർത്തിയിട്ട്, വിവേകികളെ മാറ്റി നിർത്തിയിട്ട് ആമേൻ ലോക പോഷന്മാരെന്ന് പറയുന്നത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. പേര് മാറുവാൻ പോകുക. പേര് മാറുവാൻ പോകുക. Thank you, Lord. പ്രാർത്ഥിക്ക്. ആമേൻ. ആമേൻ. ഒരു അബ്രഹാം സ്തോത്രം, ഒരു ഇസഹാക്കിനെ പോരാ. കർത്താവേ, ഞാൻ കരഞ്ഞത് ഓടിയത് ഇങ്ങനെ 4 വാക്ക് പറയാനല്ല. ഞാൻ കരഞ്ഞത് ഓടിയതും ഇങ്ങനെ എന്തെങ്കിലും പറയാനല്ല. രാധാരാശേ, നീ പറഞ്ഞ വാഗ്ദത്ത, ഞാൻ കരഞ്ഞപ്പോ നീ പറഞ്ഞ വാഗ്ദത്ത, ഞാൻ ഒറ്റയ്ക്ക് ഓടിയപ്പോ നീ പറഞ്ഞ വാഗ്ദത്ത. യേശുവിൻ നാമത്തിൽ പ്രാപിക്കുക. യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചോട്ടെ. താങ്ക് യു ലോർഡ്. പകരപ്പെടുന്ന ആത്മാ സാന്നിധ്യത്തിന് യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. യേശു ഒരു വാതിൽ തുറന്നാൽ ലോകവഴികളിൽ എഴുന്നേറ്റ് കാലുറപ്പിച്ച് നോക്കുവാൻ തക്കവണ്ണം പൊന്നും വെള്ളിയും ഞങ്ങളില്ല. യേശുവിന്റെ നാമത്തിൽ ഇവരൊരു എഴുന്നേൽപ്പ് കൊടുക്കണമേ. യേശു ഒരു വാതിലടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിൻ വാതിൽ, അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിൻ വാതിൽ, അടച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. അരങ്ങലേറിടും വേളകളിൽ കൃപയാൽ എന്നെ തുണച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. അരങ്ങലേറിടും വേളകളിൽ കൃപയാൽ എന്നെ തുണച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ
അനുഗ്രഹിക്കുന്ന കർത്താവേ, ആമേൻ. രാധാര പകരപ്പെടുന്ന ശക്തിക്കായി, ആമേൻ, ഹല്ലേലൂയ, പകരപ്പെടുന്ന ശക്തിക്കായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. കേൾപ്പിച്ച ആലോചനകൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. അരമുറി വേണ്ട, എന്തെങ്കിലും ഒന്നും വേണ്ട. ഞാൻ കരഞ്ഞ നാളുകൾക്കൊത്തവണ്ണം എനിക്ക് തിരികെ വേണം. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ബാലാശകരെ ഇന്ന് പേര് മാറണം. യേശുവേ എന്റെ പേര് മാറണം. യേശുവേ എന്റെ പേര് മാറണം. പ്രാർത്ഥിക്കുക. രാധാബ ശകനെ റദരെ ശന്ധാരകന ദീപൽ പൗഡ ശന്ധോർഗന യേശുവിൻ നാമത്തിൽ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. റാബ ശകനെ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു കർത്താവേ. ഈ പരിശുദ്ധ ദിവസത്തിൽ കർത്താവേ, പരിശുദ്ധ ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് കടന്നു വന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ഒരു ദിവസം കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ശേഷിപ്പിച്ച കൃപകൾക്കായി നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അപ്പാ, ഇവിടെ നടത്തപ്പെട്ട പാട്ട്, പ്രാർത്ഥന, പ്രബോധനം, തിരുവചന സന്ദേശം കർത്താവേ, ദൈവിക ആലോചനകൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കർത്താവേ, ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ വഴിയിൽ തുറക്കുവാൻ ദൈവിക സന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. ഇവിടെ ആയിരിക്കുന്ന നിന്റെ മക്കളുടെ ഹൃദയങ്ങളിൽ കർത്താവേ, ഇന്ന് പാകയ വിത്ത് കർത്താവേ, അത് 30, 60, 100 മേനി ഫലമുള്ളതായി കായ്പാൻ കർത്താവേ അവിടുന്ന് വരുന്ന ആളുകളിൽ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യം ചലിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ പാദപീഠത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ മക്കളുടേതായിട്ടുള്ള മടക്ക് യാത്രകളിന്മേലും കർത്താവിന്റെ സാന്നിധ്യം അവിടുന്ന് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുവാൻ ആഗ്രഹിക്കുന്നവരെ കർത്താവേ, വരുന്ന ആളുകളിൽ കർത്താവേ, ഒരു വർദ്ധിപ്പിച്ച ഒരു മീൻകൂട്ടം ഞങ്ങളുടെ വലയിൽ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേലയെ അവിടുന്ന് വർദ്ധിപ്പിക്കുമാറാകണമേ. പുരോഹിതനെയും കുടുംബത്തെയും കർത്താവേ, സഭയെയും കുടുംബങ്ങളെയും കർത്താവേ, നീ അവിടുന്ന് അനുഗ്രഹിച്ച് ശക്തീകരിക്കുമാറാകണമേ. ചോദിച്ചതിൽ ഉപരി നന്മകളെ കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾക്കായി ജീവൻ വെച്ച പൊന്നേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഒരുമിച്ച് ആമേൻ ഒരു വിഷയത്തിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. ആമേൻ. പ്രിയബ്ലസി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയമകളോട് സംസാരിച്ചു. കൂട്ടം കൂട്ടമായി ദേശത്തിൽ നിന്ന് ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൂട്ടങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ ഇതിനകത്തായിരിക്കുന്നവർ ആമേൻ എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും. ആ കൂട്ടത്തിന് മുൻപിൽ നിൽക്കുവാൻ, ആ പെരുത്ത കൂട്ടത്തിന് മുമ്പിൽ നിൽക്കുവാൻ, നിറയുന്ന വല വലിച്ചു കയറ്റുവാൻ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, ആ പെരുത്ത കൂട്ടത്തിന് മുൻപിൽ നിൽക്കുവാൻ അങ്ങയുടെ ദാസിയിലൂടെ അങ്ങ് വെളിപ്പെടുത്തിയ ആ വെളിപ്പെടുത്തലിനെ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ആ കൂട്ടത്തെ പട്ടണ മധ്യത്തിൽ നിന്ന്, ശപിക്കപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന്, ആമേൻ മരണത്തിനായി കരയുന്ന ഏങ്ങുന്ന കുടുംബങ്ങൾക്കകത്ത് നിന്ന് കൂട്ടം കൂട്ടമായി ജനത്തെ അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ദർശനങ്ങളുടെ ആധിക്യത്താൽ നിറയുന്ന അനുഭവത്തിലേക്ക് മുൻപിൽ നിന്ന് നയിക്കുന്ന വല വലിച്ചു കയറ്റുന്ന ശക്തിയുള്ള കരങ്ങളായി ഇതിനകത്ത് ഓരോ വ്യക്തികളും അങ്ങ് മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങ് രോഗികളെ സൗഖ്യമാക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. തകർന്നതിനെ പണിത കൃപയ്ക്കായി സ്തുതിക്കുന്നു. മനസ്സാന്തരപ്പെടേണ്ടതിനെ മനസ്സാന്തരപ്പെടുത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ബന്ധനങ്ങളെ അഴിച്ചു വഴി തുറന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ മുൻപിലുള്ള ഒരാഴ്ച ഇവർ അത്ഭുതങ്ങൾ കാണുന്ന അനുഭവിക്കുന്ന ആഴ്ചയായി മാറട്ടെ. ഈ ആഴ്ച ഇവരുടെ പേര് മാറട്ടെ. ഈ ആഴ്ച പേര് മാറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ, ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് താമസമെങ്കിൽ നാം ഇനി ഒരുമിച്ചായിരിക്കുന്നതുവരെ എന്നും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ വേഗം വരണമേ. കരങ്ങൾ ഉയർത്തി ആ നല്ല കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അടുത്ത ആഴ്ചയും ദൈവം അനുവദിച്ചാൽ
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.